എന്നെ ശ്രമിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഏവരെയും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മുമ്പിൽ, ദൈവരാജ്യത്തിന് മുമ്പിൽ നന്ദിയുള്ളവരായിരിക്കണമെന്ന് നമ്മോട് പറയുന്ന ഒരു വചനം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 11-ാം വാക്യം. ഒരിക്കൽ ക്രിസ്തു ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടത്തേക്ക് ഗലീലയ്ക്കും ശമര്യയ്ക്കും ഇടയിലൂടെ കടന്നു പോകേണ്ടി വന്നു. യേശു ക്രിസ്തു അവിടെ എത്തി ഒരു പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ 10 കുഷ്ഠരോഗികളുണ്ടായിരുന്നു. അവർ 10 പേരും യേശു ക്രിസ്തു കണ്ടപ്പോൾ നിലവിളിച്ചു, കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. തീർച്ചയായും നിലവിളിച്ചു കഴിഞ്ഞാൽ കരുണ തോന്നണമെന്ന് പറഞ്ഞാൽ കരുണ തോന്നുന്നവരാണ് നമ്മുടെ കർത്താവ്. അവിടുന്ന് കരുണ തോന്നുകയും അവരോട് പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് സാക്ഷ്യപ്പെടുത്തുക. അക്കാലത്ത് ഒരുവൻ സൗഖ്യം പ്രാപിച്ചാൽ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന് മുമ്പാകെ സാക്ഷ്യപ്പെടുത്തുക പതിവായിരുന്നു. ഹല്ലേലൂയ. ഇവർ 10 പേരും വിശ്വസിച്ചുകൊണ്ട് മടങ്ങി പോകും വഴി തന്നെ സൗഖ്യം പ്രാപിക്കുകയും, എന്നാൽ ഇവരിൽ ഒരുവൻ മാത്രം മടങ്ങി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ കാൽക്കൽ വീണ് നന്ദി പറഞ്ഞു. മറ്റ് 9 പേരും അവരുടെ വഴിക്ക് പോയി. പ്രിയരെ, വേദനയും പ്രയാസവും ദുഃഖവും വരുമ്പോൾ നീ കർത്താവിലേക്ക് നിലവിളിക്കുക. അവിടെ നിന്ന് നിന്റെ ശബ്ദം കേട്ട് കരുണ തോന്നുന്നതിന് അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ, വീണ്ടും നീ നിന്റെ വഴിക്ക് പോകാനല്ല, ദൈവത്തിന് തിരുസഭയിൽ നന്ദിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. കൃതജ്ഞത ഉള്ളവനായിരിക്കണം, നന്ദിയുള്ളവനായിരിക്കണം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നീ കർത്താവിനെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. ഒപ്പം അവിശ്വാസികളുടെ മുമ്പിൽ നീ കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും സാക്ഷ്യമായി തീരണം. വലിയൊരു സാക്ഷ്യമായി നീ അവിശ്വാസിയുടെ മുമ്പിൽ നിലകൊള്ളണം. ഹല്ലേലൂയ. അങ്ങനെ അവിശ്വാസിയും ക്രിസ്തുവിനും ഇടയിലുള്ളൊരു പാലമായി നീ മാറണം. ഹല്ലേലൂയ.